അവന്റെ ഹബീബായ നബി മുസ്തഫ ഉമ്മത്തികളായിട്ട് കൊണ്ടുവന്ന ഉമ്മത്തികളാണ് അവർക്കും അല്ലാഹുവെ നമുക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുക. അതോടുകൂടി സാധനം പറഞ്ഞതുപോലെ അതിനൊന്നരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൗസിലാകും റളിയല്ലാഹു ആലാ റളിയല്ലാഹു നൂറുൽ മശായിഖ് റളിയല്ലാഹു നൂറുല്ലാഹി ശാനഹു റളിയല്ലാഹു ശൈഖുനാ അബ്ദുൽ ഷാറഹ്. അതുപോലെ നമ്മളെല്ലാമായിരിക്കുന്ന ശൈഖുനാ ശംസുൽ മശായിഖ് ശൈഖുനാ മുരിശാശാനി ശൈഖുനാവരുടെ ഈ മഹാന്മാരുടെയൊക്കെ ബന്ധം നൽകി അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുകയും ശൈഖുനാഥകൾ അതിലൊരു സ്വീകരിച്ചതൊന്നുമല്ല, അല്ലാഹു തആല അവരെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ബസ് കഴിഞ്ഞ് 10 ദിവസം ദിനാനിമാർക്ക് ചികിത്സയുണ്ട്, അതുപോലെ അവരന്മാർക്ക് ചികിത്സയുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് വേണ്ടി ശൈഖുനാനെ കൊണ്ടുവന്ന് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ശൈഖുന വരികയും ശൈഖുനാന്റെ സഹവാസം നമ്മൾക്ക് ധാരാളം കിട്ടുകയും ചെയ്തായിരിക്കുന്ന ഒരു സന്ദർഭമാണ്, കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ശൈഖുനാഥങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മശായിഖ് നൂറുല്ലാഹി ശാനഹു ശൈഖുനാഥങ്ങൾ കൽപ്പഞ്ചേരി നാസിർ ഉസ്താദിന്റെ അവിടെ വന്ന സമയത്ത് പറഞ്ഞു, എനിക്കൊരസുഖമല്ല, എൻ്റെ അസുഖം സുഖപ്പെടുത്താൻ വന്നതല്ല, ഞാൻ നിങ്ങളുടെ അസുഖം സുഖപ്പെടുത്താൻ വന്നതാണ്. അതുപോലെ നമ്മുടെ അസുഖം സുഖപ്പെടുത്താനാണ് ശൈഖുനാഥങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്, നമ്മളെ ഫലത്തെ നീക്കാൻ. ഇവിടെ വന്നിറങ്ങുന്നതോടുകൂടി ഓരോരുത്തർക്ക് അവരുടെ കൽവിൻ്റെ അവസ്ഥ അറിയാം. ശൈഖുനിവിടെ വന്നിറങ്ങുന്നതോടുകൂടി അവിടുത്തെ സഹവാസത്തിൽ നിന്നവരാവട്ടെ ഇരിക്കാത്തവരാവട്ടെ എല്ലാവരുടെ ഉള്ളിലും വലിയതായിരിക്കുന്ന മാറ്റങ്ങളാണ്. അവരവരുടെ കൽവ് പരിശോധിച്ചാൽ നമ്മുടെ ഫലത്തെ നീങ്ങി നമ്മുടെ ഉള്ളിൽ അല്ലാഹുവിന്റെ ദിക്ർ ജാരിയാക്കാൻ തുടങ്ങി ശൈഖുനിവിടെ വന്നതോടുകൂടി. പിന്നെ ശൈഖുനാന്റെ സഹവാസം അവിടുത്തെ പ്രത്യേക നോട്ടം കിട്ടുക എന്നുള്ളത് അതും വലിയ പുണ്യതമായ ബന്ധല്ല. അള്ളാന്റെ ആളുകൾ നമ്മളിലേക്ക് തവജ്ജുഹ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കമാലുല്ലാഹി ശറഅഹ് ഒരു ഹൈവാനിൽപ്പെട്ട ഒരു ആമ അതിൻ്റെ മുഴയിടല് കടലിൽ നിന്ന് കയറി വന്ന് മണൽപ്പുറത്ത് അത് മുടയിട്ട് അത് ഒരു മാതി മുരട്ടി അതങ്ങനെ മൂടിക്കഴിഞ്ഞ് അത് വേക്കിലേക്ക് ഇങ്ങനെ പോയി ആ സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോ. അങ്ങനെ ആ സമുദ്രത്തിൽ നിന്ന് ആ ആമ ആ മുടിയിലേക്ക് ശോധിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോഴുണ്ടാവും ആ മുടിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വന്ന് ആ ഏത് വഴിയിലൂടെയാണോ പോയത് ആ വഴിയിലൂടെ ആ അമ്മയുടെ അടുത്തേക്ക് ആ കുഞ്ഞുങ്ങളെ തിരിച്ച്. ഇതൊരു ഹൈവാനിൽപ്പെട്ട ജീവിക്ക് ഇത്ര കഴിവുണ്ടെങ്കിൽ ഒരു ഇൻസാനിൽ കാമിലായ അല്ലാഹുവിന്റെ വഴിയിൽ എവിടെ ഇരിക്കുകയാണെങ്കിലും പ്രത്യേകിച്ചും കേരളത്തിൽ വന്ന സമയത്ത് നമ്മളിലേക്ക് പ്രത്യേക തവജ്ജുഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രത്യേക തവജ്ജുഹ് നമ്മളിലേക്ക് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നോട്ടം നമ്മളിലുണ്ട്. അത് അല്ലാഹു നമ്മളെ പേരിൽ ചെയ്ത വലിയ ഫളില, അല്ലാഹുവിന്റെ തൗഫീഖാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളായ ഔസിലാഹ് റളിയല്ലാഹുവിന്റെ ആ മക്കളെ അല്ലാഹു തആല നമുക്ക് നൽകി എന്നുള്ളത് അല്ലാഹു നമ്മളെ പേരിൽ ചെയ്ത ഏറ്റവും ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ പ്രത്യേകിച്ചും അവരാ വരവ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിരിക്കണം. ദിക്ർ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, തവജ്ജുഹ് ശരിയായിക്കൊണ്ടിരിക്കുക, എല്ലാവരും അൻഫാസിന്റെ ദിക്റിലായിട്ടിരിക്കുക. ശൈഖുനാ വരുമ്പോൾ ശൈഖുനാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ശൈഖുനാ അവിടുന്ന് ഹൈദരാബാദ് ശരീഫിൽ വെച്ചിട്ട് ശൈഖുനാന്റെ നൂറുൽ മശായിഖ് റളിയല്ലാഹു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയി. അവിടെ വെച്ചിട്ട് ശൈഖുനാ പറയുകയുണ്ടായി, മനുഷ്യനെയും ജിന്നുകളെയും അല്ലാഹുവിനെ ആരാധിക്കാനല്ല പഠിച്ചിട്ടില്ല. അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല പഠിച്ചിട്ടില്ല. മനുഷ്യരും ജിന്നുകളെയും അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനല്ലാതെ പഠിച്ചിട്ടില്ല. അതിന് ബഹുമാനപ്പെട്ട
ഖുദ്സിയ ഹദീസ് അല്ലാഹു തആല പറയുന്നു കുന്തു കൻസൻ മഫിയൻ ഫഹബബത ഉലഫ ഫഹലഖത ദാലിക ഞാനൊരു മറക്കപ്പെട്ട നിധിയായിരുന്നു എന്നെ ആദിയല്ലേ ഞാൻ മഹബ്ബത്ത് വെച്ചു അപ്പോൾ ഞാൻ ഹൽക്കയെ സൃഷ്ടിച്ചു അല്ലാഹു തആലയുടെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ താല്പര്യം പ്രധാനമായിട്ടും അല്ലാഹുവിനറിയാം അല്ലാഹു തആലയുടെ സൃഷ്ടികൾ അറിയും അല്ലാഹുവിനെ അറിയിക്കുന്നതിലേക്ക് ഇശാരകൾ പ്രത്യേകിച്ചും മനുഷ്യരായ നമ്മളെ അല്ലാഹു തആല അവന്റെ അറിയാണ്ടതായിരിക്കുന്ന പ്രത്യേക ആ ഗുണങ്ങൾ നൽകിക്കൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യനെ കൊണ്ടുവന്നിട്ടുള്ളത് മനുഷ്യനെ അല്ലാഹു തആല അവന്റെ ആ കാമിലായ സിഫാത്തുകളെ മഹത്വം നൽകി അവന്റെ നമ്മുടെ നാക്കിസായ സിഫാത്തുകളുടെ വെളിപ്പെടുത്തി അവൻ നമ്മളെ ഈ അവസ്ഥയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവന്റെ ഹയാത്തിന്റെ തജല്ലി നൽകി നമ്മുടെ മയ്യത്തിന്റെ അവസ്ഥ നമ്മുടെ ജനത്തിൽ കാണാത്ത ക്രമത്തിൽ അവൻ നമ്മളെ ഹയാത്തായി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജനത്തിന് എന്തെല്ലാം കഥാതകളുണ്ടോ അതൊക്കെ വേണ്ട ക്രമത്തിൽ നൽകിക്കൊണ്ട് അതിനൊരു കുറവ് വരുത്താത്ത അവസ്ഥയും അവന്റെ ഹയാത്തിന്റെ തജല്ലി സ്വീകരിക്കാനില്ല പക്വതയും അവസ്ഥയും ഈ ജനത്തിന് അതിനെ ശരീരത്തിന് അല്ലാഹു തന്നു അതിലൂടെ അവന്റെ ഹയാത്തിന്റെ തജല്ലി നൽകി നമ്മളെ അവൻ ജീവനുള്ളവരായി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ അതിന് വേണ്ടതായിരിക്കുന്നില്ലാത്ത അതിൻ്റെ ഇല്ലാത്ത കാലകൾ പൂർത്തിയാക്കിക്കൊണ്ട് അതിലൂടെ അവന്റെ അറിവിന്റെ ഫൈദാൻ നൽകി നമ്മുടെ കൽബിനെ അല്ലാഹു തആല അറിവ് അവന്റെ അറിവിന്റെ ഫൈദാൻ നൽകി നമ്മൾ അറിവുള്ളവരായി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നഫ്സിന് അതിൻ്റെതായിരിക്കുന്ന എന്തെല്ലാം തക്കാതകളുണ്ടോ അതെല്ലാം അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ പൂർത്തിയാക്കിക്കൊണ്ട് നമ്മുടെ നഫ്സിന് അല്ലാഹു തആല അവന്റെ വിഹാരന്റെ ഫൈദാൻ നൽകി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അവയവങ്ങൾക്ക് അതിന്റെ എല്ലാ തക്കാതകളും നൽകിക്കൊണ്ട് ഒന്നിനും ഒരു കുറവ് ആ കൈയിന് കൈയായിട്ടും കാലിന് കാലായിട്ടും കണ്ണിന് കണ്ണായിട്ടും കാതിന് കാതായിട്ടും ഇങ്ങനെ ഏതെല്ലാം അവയവങ്ങളുണ്ടോ അതിന്റെ തക്കാതകൾ പൂർണ്ണമായ അവസ്ഥയിൽ വെളിപ്പെടുത്തി തന്നുകൊണ്ട് അതിലൂടെ അവന്റെ കുടുംബത്തിന്റെ ആ ഫൈദാൻ നൽകി അവൻ നമ്മുടെ അവയവങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ കാതിന് അല്ലാഹു തആല അതിന്റെ തക്കാതകൾ ഏതവസ്ഥയിലുണ്ടോ അത് അവസ്ഥയിൽ കാണിച്ചുകൊണ്ടേ നമ്മുടെ കാതിനെ അല്ലാഹു തആല അവന്റെ കേൾവിന്റെ ഫൈദാൻ നൽകി അവൻ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിനെ അതിന് ഏതവസ്ഥയിൽ വേണോ അതേ അവസ്ഥയിൽ അതിന്റെ തക്കാതകൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കണ്ണിലൂടെ അവന്റെ കാഴ്ചന്റെ ഫൈദാൻ നൽകിക്കൊണ്ട് അവൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ നാക്കിന് നമ്മുടെ വായിന് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ കലാമിനെ സ്വീകരിക്കാനുള്ള പദ്ധതിയും പാകതയും അതിനെ ആ അവസ്ഥയിൽ കാണിച്ചുകൊണ്ട് അതിലൂടെ അവന്റെ കലാമിന്റെ ഫൈദാൻ അവൻ നമ്മളെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ അതിലെ സാമൂഹികമായ ആവശ്യങ്ങൾ അല്ലാഹു തആല വിനാവാസിത ഒരു മാധ്യമം കൂടാതെ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സുഖം അതിന്റെ ബോധം അതിലൂടെ നമ്മുടെ റബ്ബിനെ അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും നീങ്ങേണ്ടവരാണ് നമ്മുടെ ഈ മഹാന്മാര് അവരുടെ ബന്ധത്തിലൂടെ വലിയതായിരിക്കുന്ന ഈ ഇൽമിന്റെ സുഖം ബോധം നമ്മളെ നിലനിർത്തണം വളരെ പറഞ്ഞില്ലേ വയ്യത്തോട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ അല്ലാഹുവിന്റെ ആളുകളുമായിട്ട് വയ്യത്ത് ചെയ്ത് നമ്മുടെ ആ വയ്യത്തിന് അല്ലാഹുവിന്റെ ആളുകളോട് എന്റെ ശരീരത്തിന് അല്ലാഹു തആലയുടെ താല്പര്യത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി എന്റെ ശരീരത്തെ ഞാൻ നൽകി അതെ എന്റെ ശരീരത്തിനെ അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി തന്നു കഴിഞ്ഞു നമ്മൾ പറഞ്ഞു ഈ ശരീരം അല്ലാഹുവിന്റെ താല്പര്യത്തിനായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ഓരോരുത്തരോടും ശേഖരം ചോദിച്ചു നമ്മുടെ കൽബിനെ അല്ലാഹുവിന്റെ ദിക്റിന് വേണ്ടി തന്നു അതിനെ അല്ലാഹുവിന്റെ ദിക്റിലാണോ അതോ ആശീർവാദത്തിന്റെ ദിക്റിലാണോ നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ശേഖന പ്രത്യേകം പറയുണ്ടായി നമ്മുടെ റൂഹിനെ അല്ലാഹു തആലയുടെ ഇൽമ് ഇഷ്ക് ഇർഫാൻ മഹബ്ബത്ത് എന്നിവ കരസ്ഥമാക്കാനായി തന്നു അത് നിങ്ങൾ അതേ അവസ്ഥയിൽ
അള്ളാഹുവിന്റെ കരസ്ഥമാക്കി അതിന്റെ ആ ദർശനം നിങ്ങളുടെ റൂഹിനെ കിട്ടിക്കൊണ്ടിരിക്കണ്ടോ? അതിന്റെ സുഖലും അതിന്റെ ബോധത്തിലും നിങ്ങൾ നിലകൊണ്ടുണ്ടോ? ശേഖരനെ ചോദിക്കണം. നമ്മൾക്ക് വളരെ അടിയാം, എനിക്ക് നിങ്ങൾക്ക് വലിയ അടിയാം. നമ്മുടെ ഈ അള്ളാഹിന്റെ ആളുകളുമായി കൈപിടിച്ചുകൊണ്ട് അള്ളാഹിനോട് ചെയ്ത കരാറിലൂടെ അള്ളാഹു തആല അങ്ങനത്തൊരു കരാർ നമ്മളെ കൊണ്ട് ജീവിച്ചിട്ട് അതിന്റെ ബോധം നമ്മുടെ ഉള്ളിലുണ്ടോ എന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ തവജ്ജ് എപ്പോഴും അക്കിലേക്കായിരിക്കണം. ഈ ഗുണങ്ങളിലൂടെ ആ ഗുണങ്ങളുടെ ആത്തിലേക്ക് എപ്പോഴും തവജ്ജ് ചെയ്തുകൊണ്ട് അതിന്റെ സുഖം അതിന്റെ ബോധം അതിന്റെ വസ്തു അതിന്റെ ലഹരിയിൽ നീങ്ങേണ്ടവരാണ് ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ ശൈഖുനാഥ അവർക്ക് ഇതിന്റെ വസ്തു തന്നെ ഇതിന്റെ ലഹരി തന്നെ അവിടുന്ന് അങ്ങോട്ട് അവര് ഈപ്പെട്ടിറങ്ങിയ അവസ്ഥയല്ല. അവരെപ്പോഴും എങ്ങനെ എപ്പോഴും ഇതിന്റെ സുഖമല്ലാണ്ട് മാസിവല്ല അവരുടെ കൽപ്പിനെ തൊട്ട് തീണ്ടുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും അവരുടെ വളരെ അർത്ഥവത്തായ നമ്മുടെ ശരീരത്തിനെ ഏത് കർമ്മത്തിൽ അവർക്ക് പാർട്ടിലാക്കണം, നമ്മുടെ കൽപ്പിനെ ഏത് കർമ്മത്തിൽ അവർക്ക് പാർക്കാക്കണം, നമ്മുടെ റൂഹിനെ ഏത് കർമ്മത്തിൽ അവർക്ക് പാർക്കാക്കണം, നമ്മുടെ സിറിനെ ഏത് കർമ്മത്തിൽ അതിന്റെ നിങ്ങൾ ആരോട് ചോദിച്ചാലും അറിവ് നിങ്ങൾക്കറിയാം. എന്താണ് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അതിന്റെ വാക്കുകൾക്ക് അറിയാം. പക്ഷേ അതിന്റെ സുഖം ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും ഇതിനെ നമ്മളെ ഇങ്ങനെ തെരപ്പിയെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ലേഖനാട്ടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതന്നെ അഷ്ടകളിൽ കുറേ നേരം സംസാരിക്കില്ല, 10 മിനിറ്റ് ആ വിശാഖാത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൽവിന് എല്ലാ തിളക്കം എല്ലാ മാറ്റങ്ങൾ അവരുടെ അനുഭവങ്ങൾ അവർക്ക് അറിയാം. പ്രത്യേകിച്ചും എല്ലാവരും വളരെ ശ്രദ്ധയോട് ഇരിക്കാം. അള്ളാഹു അവർക്ക് നല്ല ആഫിയത്തോടെ ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. ആ കടലിൽ നമ്മുടെ ശിഷ്യത്തിൽ ഒരുപാട് കാലം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇതിനൊക്കെ കാരണക്കാരായ നമ്മുടെ വിശാലന്മാരുടെ മഹാന്മാരുടെ ദർജാത്തുകളും പദവികളും അള്ളാഹു നാളത്തെ നാൾ ഉയർത്തട്ടെ. അവരെല്ലാവിധമായ അവരുടെ വിമലാർത്ഥികളും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു ഹൈറാണ് നടത്തി തന്നെ വിചാരിച്ചതിനാണ്.